ഇന്ത്യയിൽ വായ്പ നൽകുന്നത് എല്ലായ്പ്പോഴും കുഴിഞ്ഞുമറിഞ്ഞ ഒരു പ്രഹേളികയാണ്. എക്സ്പെൻസീവ് മണി ലെൻഡേഴ്സിന്റെ കയ്യിൽ നിന്നോ ബാങ്കുകളുടെ കയ്യിൽ നിന്നോ മാത്രമായിരുന്നു പണം കടം കിട്ടിയിരുന്നത്. അവിടേക്കാണ് പിയർ ടു പിയർ മണി ലെൻഡിംഗ് കടന്നു വന്നത്. ഇത് കാര്യങ്ങൾ കുറെ കൂടി ക്വിക്കും ഈസിയും കൊളാട്രൽ ഫ്രീയുമാക്കി. P2P പ്ലാറ്റ്ഫോമുകൾ ഒരു ഫിൻടെക് സ്വപ്നമായിരുന്നു. വായ്പ നൽകുന്നവർക്ക് മികച്ച വരുമാനം ലഭിച്ചു, കടം വാങ്ങുന്നവർക്ക് അതിവേഗ വായ്പകളും ലഭിച്ചു. എല്ലാവരും ഹാപ്പി. 2017 മുതൽ മാത്രമാണ് RBI P2P പ്ലാറ്റ്ഫോമുകളെ റെഗുലേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ പ്രശ്നങ്ങൾ പിന്നീടാണ് ഉടലെടുത്തത്. ഡീഫൾട്ടുകൾ 2019 14 കോടി ആയിരുന്നതിൽ നിന്ന് 2024 ആകുമ്പോഴേക്കും 1163 കോടിയായി ഉയർന്നു. ഡ്രോപ്പിംഗ് 8200% വർധനവ്. വാട്ട് വെന്റ് റോങ് എന്ന് പരിശോധിക്കുമ്പോൾ P2P പ്ലാറ്റ്ഫോമുകൾ അഷ്വർഡ് റിട്ടേൺസും ഇൻസ്റ്റന്റ് വിഡ്രോവൽസും പ്രോമിസ് ചെയ്തു. ഇത് ഒരുപാട് റിസ്കി ബോറോവേഴ്സിനെ ആകർഷിച്ചു. അതോടെ ഡീഫോൾട്ട്സും ഉണ്ടാകാൻ തുടങ്ങി. അത് നിക്ഷേപകരുടെ ലാഭത്തെ ഇല്ലാതാക്കി മുഴുവൻ സിസ്റ്റത്തെയും ആകെ കെയോട്ടിക് മാറ്റി. ഈ മാഡ്നസ് തടയാൻ RBI റിസ്കി പ്രാക്ടീസസ് ആയിട്ടുള്ള ലോൺ പൂളിങ്ങുകൾ ബാൻ ചെയ്തു, ട്രാൻസാക്ഷൻസിന് ക്യാപ്പുകൾ ഏർപ്പെടുത്തി, ഫാസ്റ്റർ സെറ്റിൽമെൻറ്റ്സിന് മാൻഡേറ്റുകളും കൊണ്ടുവന്നു. ഇപ്പോൾ P2P പ്ലാറ്റ്ഫോമുകളിൽ ലെൻഡേഴ്സിന് ലിമിറ്റുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. കടം വാങ്ങുന്നവർക്കും കർശനമായ പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്ലാറ്റ്ഫോമുകൾ നിയമങ്ങൾ വളരെ കർശനമാണെന്ന ആശങ്കകൾ ഉയർത്തുന്നു. P2P പ്ലാറ്റ്ഫോമുകൾ ബേസിക്സിലേക്ക് തിരികെ പോകുമോ, അതോ റിപ്പയർ ചെയ്യാൻ കഴിയാത്ത വിധം ട്രസ്റ്റ് നഷ്ടപ്പെട്ടോ? P2P ലെൻഡിങ്ങിൻ്റെ ഭാവി തുലാസിൽ തൂങ്ങിക്കിടക്കുകയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുമല്ലോ.